ഓക്കെ, എല്ലാവർക്കും മിസ് പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മുടെ EVSന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ പഠിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? അവർ ഓർഗൻ സിസ്റ്റം. ഓർക്കുന്നുണ്ടോ? അവർ ഓർഗൻ സിസ്റ്റം. You can note in your notebooks. Please write our organ system. ആ ഓർഗൻ സിസ്റ്റം എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. ബേസിക് യൂണിറ്റ് ഓഫ് അവർ ബോഡി ഈസ് cells. Many cells combine to form tissues. Many tissues combine to form an organ. Many organs that perform same functions are combined to form organ system. അത്രയും ഓർക്കുന്നില്ലേ? ഓർഗൻ സിസ്റ്റം. അപ്പോൾ നമ്മളിനി നമ്മുടെ ഓർഗൻ സിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. We have many type of organ system. Skeletal system, muscular system, circulatory system, nervous system, respiratory system, digestive system and excretory system. I will repeat. Skeletal system, muscular system, circulatory system, nervous system, respiratory system, digestive system and excretory system. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതായിരുന്നു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഓരോ സിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് സ്കെൽറ്റൽ സിസ്റ്റം. സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. There are 206 number of bones in our body. How many? There are 206 number of bones. It gives shape and support to our body and also it protects our internal organs. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം ചെയ്യുന്നത്? It gives shape and support to our body and also it protects our internal organs. Skull, backbone and rib cage are the most important parts of our skeletal system. എന്തൊക്കെയാണ്? Skull, backbone and rib cage. ഈ സ്കൾ എന്ന് പറയുന്നത് the bone in our head region. നമ്മളുടെ ഹെഡ് റീജിയനിൽ കാണാൻ പറ്റുന്ന ബോണാണ് എന്ത്? സ്കൾ. അതേപോലെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലിന്റെ ഭാഗം വരുന്നത്. അതേപോലെ റിബ് കേജ് എന്ന് പറയുന്നതോ നമ്മുടെ ചെസ്റ്റ് റീജിയൻ, അതായത് നമ്മുടെ വാരിയൽ എന്ന് പറയുന്ന ആ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ചെസ്റ്റ് റീജിയനെ പറയുന്നതാണ് റിബ് കേജ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത്. നൗ we are looking in detail about skull. Skull എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 22 നമ്പർ ഓഫ് ബോൺസ്. 22 ബോൺസ് യൂസ് ചെയ്തിട്ടാണ്, അതായത് 22 ബോൺസ് യൂസ് ചെയ്തിട്ടാണ് സ്കള്ളിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻ ദാറ്റ് 8 ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് അവർ ബ്രെയിൻ. അതിനകത്ത് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ബോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. And the other bones are used to protect our face region. ബാക്കിയുള്ള നമ്പേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫേസ് റീജിയനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള 14 നമ്പർ ഓഫ് ബോൺസ് ഉണ്ട്, അത് നമ്മുടെ ഫേസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അവർ ഐസ്, നോസ്, ഇയർ, അപ്പർ ജോ, അതായത് മൗത്തിന്റെ മേൾ ഭാഗം, ആ ഭാഗത്തിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനാണ് ബാക്കി 14 ബോൺസ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ സ്കൾ റീജിയൻ. ഐ വിൽ റിപ്പീറ്റ്. Skull is made up of 22 bones. In that 8 are used to protect our brain and other 14 it protects our facial region. Okay. Now the rib cage. Rib cage is made up of 12 pairs of bones. അതായത് 12 pair means 24. 12 pairs of bones. It protects our lungs and heart. The rib cage is made up of 12 pairs of bones and it protects our lungs and heart. Now the next one is our backbone. It is made up of 33 small number of bones which are joined together. 33 small bonesനെ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്ത്? നമ്മുടെ ബാക്ക് ബോൺ. ഇറ്റ് പ്രൊട്ടക്ട്സ് അവർ സ്പൈനൽ കോഡ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അതായത് there are 206 number of bones in our body and the skeletal system gives shape and support to our body. It protects our internal organs. The main 3 parts of skeletal system are skull, rib cage and backbone. In this, skull is made up of
22 bones. In that, 8 are used to protect our brain and the 14 are used to protect our facial region. Facial region means it includes eyes, nose and the upper part of our mouth. The rib cage is made up of 12 pairs of bones and it protects our lungs and heart. The backbone is made by the combination of 33 small bones and it protects our spinal cord. Is that clear now? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. നിങ്ങൾ പറഞ്ഞോളൂ. Is that clear now? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഇനി നമ്മൾ ഓക്കെ next we are going to study about our muscular system. എന്താണ് our muscular system? അപ്പോൾ നമുക്ക് ഇനി അതിനെക്കുറിച്ച് പഠിക്കാം. Muscular system, it plays an important role in helping us to maintain posture and perform various action. നമ്മുടെ മസ്കുലർ സിസ്റ്റം ആണ് എന്തിനു സഹായിക്കുന്നത്? നമ്മുടെ ബോഡിയുടെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതായത് നമ്മൾ പറയില്ല ഓരോ പോസ്റ്റേഴ്സ്, ബെൻഡിങ്, സ്റ്റാൻഡിങ്, സിറ്റിംഗ്, ഇതൊക്കെയാണ് നമ്മുടെ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മസ്കുലർ സിസ്റ്റം ആണ്. They are tough tissues which are attached to our body. ഈ മസ്കുലർ എന്ന് പറയുന്നത് മസ്കുലർ സിസ്റ്റത്തിൽ എന്താണുള്ളത്? They are tough tissues, ഭയങ്കര ടഫ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. They are attached to our body. ഇവിടെ ടഫ് എന്ന് മീൻ ചെയ്യുന്നത് സ്ട്രെങ്തൻ വൈസ് ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്. They are tough tissues attached to our body. There are 3 type of muscles in our body. നമ്മുടെ ശരീരത്തിൽ 3 type of muscles ഉണ്ട്. And they are skeletal system, smooth and cardiac. Skeletal muscles, smooth muscles and cardiac muscles. നമ്മളുടെ ശരീരത്തിൽ 3 ടൈപ്പ് മസിൽസ് ആണുള്ളത്. skeletal, smooth and cardiac. Bones cannot move on their own. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരിക്കലും ബോൺസിന് സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. They need the help of muscles. അവർക്ക് എന്താണ് വേണ്ടത്? മസിൽസിൻ്റെ സഹായം വേണം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് നമ്മുടെ മസിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വി ക്യാൻ മൂവ് അവർ ബോഡി പാർട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മസിൽസ്. അതിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ വോക്ക് ചെയ്യുന്നത്, ടോക്ക് ചെയ്യുന്നത്, സ്മൈൽ. ഇതെല്ലാം നമ്മുടെ മസിൽസിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ നമ്മുടെ ബോൺസിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എന്താണ് മസ്കുലർ സിസ്റ്റം എന്ന് മനസ്സിലായോ? എന്താണ് മസിൽ എന്നൊക്കെ ഉള്ളത് മനസ്സിലായോ? മസിൽ എന്താണെന്ന് മനസ്സിലായോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണോ? Is that clear? ഒന്നുകൂടി പറയണോ? Okay, I will repeat. Please wait. Okay, ഞാൻ പറയാം എന്താണ് മസ്കുലർ സിസ്റ്റം എന്ന്. It plays an important role in helping us to maintain posture and perform various actions. അതായത് it plays an important role in helping us to maintain postures and perform various actions. അതായത് നമ്മുടെ ശരീരത്തിലെ പോസ്റ്റേഴ്സ്, സ്റ്റാൻഡിങ്, സിറ്റിംഗ്, ബെൻഡിങ്, ഇതൊക്കെയാണ് നമ്മുടെ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മസ്കുലർ സിസ്റ്റമാണ്. They are the tough tissues attached to our body. There are 3 type of muscles in our body. നമ്മുടെ ശരീരത്തിൽ 3 ടൈപ്പ് മസിൽസ് ഉണ്ട്. എന്തൊക്കെയാണ്? skeletal, smooth and cardiac. skeletal, smooth and cardiac. Bones cannot move their own. ബോൺസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ബോൺസിന് സ്വന്തമായിട്ട് മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. So they need the help of muscles. അവർക്ക് ആരുടെ സഹായം വേണം? അവർക്ക് മസിൽസിൻ്റെ സഹായം വേണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഹാൻഡ്സ് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഹാൻഡ്സിൽ മസിൽസ് വേണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഹാൻഡ്സ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എഴുതണമെങ്കിലും നടക്കണമെങ്കിലൊക്കെ എന്ത് വേണം? നമുക്ക് എഴുതണമെങ്കിലും നടക്കണമെങ്കിലൊക്കെ നമ്മുടെ മസിൽസ് നമ്മളെ സഹായിക്കണം. മസ്കുലർ സിസ്റ്റം മനസ്സിലായോ? ഇനി റിപ്പീറ്റ് ചെയ്യണോ?
No, miss. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത സിസ്റ്റം പഠിക്കാം. അടുത്ത സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം. Yes. ഓക്കെ, our next system is circulatory system. Please listen here. Next we are going to study about circulatory system. That means it plays an important role in transmitting nutrients to all parts of our body through blood. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഹെഡ് മുതൽ നമ്മുടെ ടോ വരെ, ടോ മീൻസ് പാദം, അവിടം വരെ നമ്മളുടെ ശരീരത്തിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് ആര് വഴിയാണ്? ബ്ലഡിലൂടെയാണ്. നമ്മുടെ ശരീരത്തിൽ വേണ്ട എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ബോഡിയിൽ ഫുൾ എത്തിക്കുന്നത് ബ്ലഡ് വഴിയാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹാർട്ട്, ബ്ലഡ് ആൻഡ് ബ്ലഡ് വെസൽസ്. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ആരൊക്കെയാണുള്ളത്? ഹാർട്ട് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ ബ്ലഡ് വെസൽസ് വഴിയാണ് നമ്മളുടെ ഹാർട്ടിൽ നിന്ന് നമ്മുടെ ശരീരം മുഴുവനായിട്ട്, നമ്മുടെ ഹെഡ് മുതൽ ടോ വരെ ബ്ലഡ് വെസൽസിലൂടെയാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ആ ബ്ലഡ് പമ്പ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഓരോ ശരീര ഓർഗൻസും, നമ്മുടെ ഓരോ ബോഡി പാർട്സും അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഹാർട്ട് പമ്പ്സ് ദ ബ്ലഡ് ത്രൂ ബ്ലഡ് വെസൽസ്. ഹാർട്ട് ബ്ലഡ് വെസൽസിലൂടെയാണ് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത്. ദർ ആർ 2 types of blood vessels and they are arteries and veins. നമ്മുടെ ശരീരത്തിൽ we have 2 types of blood vessels and they are arteries and veins. ഇതിനകത്ത് ആർട്ടറി എന്ന് പറയുന്നത് എന്താണ്? Arteries carry oxygen rich blood. That means arteries carry pure blood in our body. നമ്മുടെ ശരീരത്തിലുള്ള പ്യുവർ ബ്ലഡിനെ, നമ്മുടെ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്ത് വരുന്ന പ്യുവർ ബ്ലഡിനെ നമ്മുടെ ശരീരം മുഴുവൻ എത്തിക്കുന്നത് ആരാണ്? ആർട്ടറീസ്. വെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വെയിൻസ് ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ഓൾ പാർട്ട് ഓഫ് അവർ ബോഡി ടു ദ ഹാർട്ട്. നമ്മുടെ ശരീരത്തിലെ ഡീഓക്സിജനേറ്റഡ്, അതായത് ഇംപ്യൂറായ ബ്ലഡിനെ വെയിൻസ് ക്യാരി ചെയ്തിട്ട് തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുവരും. ഫ്രം ഹാർട്ട് ദ ഇംപ്യൂർ ബ്ലഡ് ഈസ് സെൻറ്റ് ടു ദ ലങ്സ് ടു ഗെറ്റ് ഓക്സിജനേറ്റഡ്. ഹാർട്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഈ ഇംപ്യൂർ ബ്ലഡിനെ ലങ്സിലേക്ക് അയക്കും. അവിടെ നിന്ന് അത് വീണ്ടും പ്യുവർ ആക്കി കൺവേർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് ഗെറ്റ് ഓക്സിജനേറ്റഡ്. ദിസ് ഈസ് ദെൻ സപ്ലൈഡ് ടു ദ ഹാർട്ട്. പിന്നെയും തിരിച്ച് ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊടുക്കും. വിച്ച് സെൻഡ് ദ ഓക്സിജൻ റിച്ച് ബ്ലഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. അതായത് മക്കൾക്ക് ഇത്രയും മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം സർക്കുലേറ്ററി സിസ്റ്റം എന്താണെന്നുള്ളത്. അതായത് ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ in transmitting nutrients to all parts of our body. Circulatory system, it plays an important role in transmitting nutrients to all parts of our body through blood. അതായത് നമ്മുടെ ശരീരത്തിൽ വേണ്ട എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ഹോൾ ബോഡി എത്തിക്കുന്നത് നമ്മുടെ ബ്ലഡ് വഴിയാണ്. അപ്പോൾ സർക്കുലേറ്ററി, ആ വേർഡിൽ തന്നെ പറയുന്നത് പോലെ ഫുൾ സർക്കുലേഷൻ ആണ് നമ്മുടെ നടത്തുന്നത്. ഫ്രം ദ ഹെഡ് ടു ദ ടോ. It consists of heart, blood and blood vessels. അതായത് നമ്മുടെ ശരീരത്തിലെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹാർട്ട്, ബ്ലഡ് ആൻഡ് ബ്ലഡ് വെസൽസ്. ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെ പോർഷൻസ് ആണുള്ളത്? ഹാർട്ട് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. ഹാർട്ടിൽ നിന്ന് നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡ് ഹോൾ ബോഡിയിലേക്ക് പമ്പ് ചെയ്യും. ദർ ആർ 2 types of blood vessels. They are arteries and veins. അതായത് നമ്മുടെ ശരീരത്തിൽ 2 ടൈപ്പ് ബ്ലഡ് വെസൽസ് ആണുള്ളത്. അവരാരൊക്കെയാണ്? ആർട്ടറീസും വെയിൻസും. ഇൻ ദിസ് ആർട്ടറീസ് ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ്. ആർട്ടറീസ് എന്താ ചെയ്യുന്നത്? ഓക്സിജൻ റിച്ച് ബ്ലഡിനെ ക്യാരി ചെയ്യും ടു ദ ഹോൾ പാർട്ട് ഓഫ് ദ ബോഡി. ആൻഡ് ദ വെയിൻസ് ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ഓൾ പാർട്ട് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്. അതായത് നമ്മൾ ആർട്ടറി വഴി നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്ന ബ്ലഡ്, അതിന് വേണ്ട ന്യൂട്രിയൻസ് നമ്മുടെ ഓരോ ബോഡി പാർട്സ് അബ്സോർബ് ചെയ്യും. അതിനുശേഷം ആ ബ്ലഡ് എന്തായി? ഇംപ്യൂർ ആയി, അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ആയി. അപ്പോൾ ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ വെയിൻസ് ക്യാരി ചെയ്യും. വെയിൻസ് ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് ഇറ്റ് സെൻഡ് ടു ദ ഹാർട്ട് ബാക്ക്. അത് നമ്മുടെ തിരിച്ച് നമ്മുടെ ഹാർട്ടിലേക്ക് തന്നെ അയക്കും. ഫ്രം ഹാർട്ട് ദിസ് ഇംപ്യൂർ ബ്ലഡ് ഈസ് സെൻഡ് ടു ദ ലങ്സ് ടു ഗെറ്റ് ഓക്സിജനേറ്റഡ്. അവിടെ നിന്ന് എന്ത് ചെയ്യും? തിരിച്ച് നമ്മുടെ ലങ്സിലേക്ക് അയക്കും. എന്തിനു വേണ്ടിയിട്ട്? ടു ഗെറ്റ് oxygenated. This is then supplied to the heart which sent the oxygen
റിച്ച് ബ്ലഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. ആ ഹാർട്ടിൽ നിന്ന് അത് തിരിച്ച് ആ ലങ്സിൽ നിന്ന് തിരിച്ചത് ഹാർട്ടിലേക്ക് സപ്ലൈ ചെയ്യും. അവിടെ നിന്ന് പിന്നെ ആർട്ടറീസ് വഴി നമ്മളുടെ എല്ലാ ബോഡി പാർട്സിലും എത്തും. ഇതാണ് ഇതിൻ്റെ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് സർക്കുലേറ്ററി സിസ്റ്റം എന്ന പേര് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം പഠിച്ചു, മസ്കുലർ സിസ്റ്റം പഠിച്ചു, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം